ഇനി എല്ലായിടത്തും വണ്ടി പിടിക്കും. ഇതുണ്ടോ? ഇവിടെ നോക്കണേ കണ്ടോ ഇങ്ങനെ സ്റ്റിയറിംഗ് വിട്ടേ. ഞാൻ നിങ്ങളെ ഇതിന്റെ അകത്ത് പോകുന്ന ഡേഞ്ചർ കാണിക്കാണ്ട് സ്റ്റിയറിംഗ് വിട്ടോ കേട്ടോ. മൂക്കും കുത്തി കിടക്കുവാണ്. ആ സൈഡൊക്കെ കട്ടയായിട്ടോ സാധനം ഇരിക്കുന്നത്. വണ്ടി പെട്ടെന്ന് കയ്യിൽ നിന്ന് പോകുന്നുണ്ടോ? ഇതുണ്ടോ? ഇതേപോലെ നടുക്ക് ഫുൾ ഇങ്ങനെ മൺതിട്ടുകളാണ്. വണ്ടി തടഞ്ഞു നിർത്തിയിട്ടുള്ള പരിപാടിയാണ്. നടന്ന ഊട്ടി വണ്ടി കണം തുളുന്നു നിൽക്കേ. ഭയങ്കര ജെർക്കിംഗ് എനിക്ക് തോന്നുന്നു എന്റെ അമ്മ കുതിരപ്പുറത്ത് പോകുന്ന പോലെയാണ്. അതാണ് നോക്കൂ എന്റെ അമ്മേ ഇത്ര സൗണ്ടോ. നോക്കൂ അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ അറാലിലേക്ക്, അതായത് ഒരു ഭാഗം കസാക്കിസ്ഥാനിലും മറ്റൊരു ഭാഗം എവിടെയാ ഡോക്ടർ? ഉസ്ബെക്കിസ്ഥാനിലുമുള്ള വറ്റിപ്പോയ കടലിലേക്ക് നമ്മൾ അങ്ങനെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല കപ്പലും നോക്കൂ ലിബിന് നല്ല രീതിയിൽ പനി, ചുമ, ജലദോഷം, കഫക്കെട്ട്. ഞാൻ കൊടുത്താ നിനക്കായിരുന്നു? കൊടുത്തു. അങ്ങനെ ലിബിന് നല്ല രീതിയിൽ പനിയാണ്. ഏതൊക്കെ ഗുളിക ഡോക്ടറെ കഴിച്ചേ? പാരസിറ്റമോൾ കഴിച്ചു, 650, പിന്നെ സിട്രസിൻ കഴിച്ചു, പിന്നെ അൽക്കോഫ് മരുന്ന്. അങ്ങനെയുള്ള അല്ലേ? തണുപ്പാന്നറിയാം. -3 കിടന്നെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നലെ രാത്രിയില് വാഹനം ത്തിന്റെ പിന്നെ ഫ്രണ്ട് ഗ്ലാസ് ഞാനൊന്ന് വൈപ്പർ ഇട്ട് ക്ലീൻ ചെയ്യാൻ നോക്കിയതാണ്. ഫ്രീസ് ആയിപ്പോയി, ഫുൾ ഐസ്. അങ്ങനെ വാഹനം ഇന്നലെ നിർത്തി. ഗൈസ് നോക്കൂ, നമ്മളിപ്പം രാവിലെ തന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റും സാധനങ്ങളൊക്കെ കഴിച്ചു. അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ വെക്കാൻ നമ്മൾ പ്രതീക്ഷിക്കണ്ട. അത് ചീപ്പല്ലേടാ? ചീപ്പിന്റെ അല്ലേ പിന്നെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഉടലോടെ അവിടെ വെക്കണം. ഇന്നലെ കുറെ കമന്റ് ഉണ്ടായിരുന്നു, ഔട്ട്ഡോർ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു. എന്റെ പൊന്നു ചേട്ടന്മാരെ, തണുപ്പാണ്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. കൈ മൈനസ്. പിന്നെ അതുപോലെ തന്നെ ഡിഗ്രികൾ ഇങ്ങനെ മാറുന്നത് തന്നെ. ഒന്നും വേണ്ട, ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിന്റെ ഇതിനകത്ത് കൈയിട്ടാ മതി. ആ ഒരു ഫീലിംഗ്. അതാണ് സാഹചര്യം. അപ്പം നമ്മൾ ഇന്നങ്ങനെ അറാലിലേക്ക് യാത്ര തിരിക്കുകയാണ്. അപ്പം കടലിൽ വറ്റിച്ച കടലിൻ്റെ അകത്ത് ഷിപ്പ് കിടക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഒട്ടകത്തെ കാണാം. അങ്ങനെ കുറേ കാഴ്ചയുണ്ട്. ഈ കാണുന്ന ഒരു USSRന്റെ ഒരു ടൈപ്പ് പിന്നെ എന്താ പറയുക, ഒരു ബിൽഡിംഗ് സെറ്റപ്പാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറമാണ് നമ്മൾ വാഹനം നിർത്തിയാക്കുന്നത് കേട്ടോ. കാണുന്ന ഇതെന്ന് വെച്ചാൽ USSRന്റെ ടൈപ്പ് ബിൽഡിംഗ് സെറ്റപ്പുകളൊക്കെ കേട്ടോ. ഇവിടെ ഒരു വലിയ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് കിട്ടൂല. പ്രത്യേകത നെറ്റ്വർക്കും ഇല്ല. അതുപോലെ തന്നെ മറ്റേ ആപ്പില്ലേ, നമ്മുടെ ഗൂഗിൾ മാപ്പ് പോലത്തെ സാധനം, 2Gs മാത്രമേ ഡൗൺലോഡ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടി. 2Gs മാപ്പ് ഡൗൺലോഡ്. എല്ലായിടത്തും വൈഫൈ ഉണ്ട്, എല്ലാ റെസ്റ്റോറന്റുകളിലും പമ്പിലും വൈഫൈ ഉണ്ട്. അതാണ് ഏക ഗുണം എന്ന് പറയുന്നത്. കിട്ടല് പാടാണ്. ഇതിൻ്റെ അകത്ത് കയറിയാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അത്യാവശ്യം നമ്മുടെ നാട്ടിലൊക്കെ ലോറികൾ നിർത്തുന്ന പോലെ കുറേ വോൾവോയും സ്കാനിയും ഒക്കെ നിർത്തിയിട്ടുണ്ട്. ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചാക്കുന്ന പൊങ്ങച്ചത്തിന് വേണ്ടിയല്ല, സംഭവം കണ്ണ് കാണുന്നില്ല. ഒരു പ്രത്യേക രീതിയിലുള്ള ഗ്ലേഷ്യറാണ് അടിക്കുന്നത്. പരിഷ്കാരി ഗൈസ് നോക്ക്. അപ്പം നമുക്ക് കണ്ണ് സംഭവം ഒന്നും കാണാത്തതുകൊണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് ഇത് വെച്ചാക്കണേ. കുറേ യൂറോപ്യൻ ട്രക്ക് കണ്ടു, കസാക്ക് കണ്ടു, ഉസ്ബെക്ക് കണ്ടു, കിർക്ക് കണ്ടു. അങ്ങനെ കുറേ രാജ്യങ്ങളിലെ ട്രക്കുകൾ സംഭവമുണ്ട്. ഇത് ഇവിടെയാണ് നമ്മൾ വണ്ടി നിർത്തിയിട്ടാക്കണേ. അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് നമ്മളങ്ങനെ നേരെ അറാലി ലക്ഷ്യമാക്കി പോവുകയാണ്. ഗൈസ് നോക്കൂ, ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്തൊക്കെ റഷ്യൻ, അതുപോലെ തന്നെ കസാക്ക് ഉണ്ടെങ്കിൽ റഷ്യനിലാണ് എഴുത്ത് മൊത്തം, അല്ലേടാ? ആദ്യത്തെ ലാംഗ്വേജ് റഷ്യൻ അല്ലേ? ഫസ്റ്റ് ലാംഗ്വേജ് കസാക്കാണോ റഷ്യൻ ആണോടാ? റഷ്യൻ. ഗൈസ് നോക്കൂ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, കസാക്കിസ്ഥാൻ, റഷ്യ, ഉക്രൈൻ, ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ റഷ്യൻ ഭാഷയാണ് സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരേ രാജ്യമായിരുന്നല്ലേ ലോകത്തിലെ ഏറ്റവും പവർഫുൾ രാജ്യവും ഏറ്റവും ഇപ്പം തന്നെ എന്തോരം ഭൂമിയുണ്ട്. ഗൈസ് നോക്കൂ, അപ്പം ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തോട്ട് പോവാം. എല്ലാം ഡോക്ടറിന്റെ കയ്യിലാണ്. അഥവാ ഇത് പാലിക്കഴിഞ്ഞാൽ ഡോക്ടർ ഊമ്പിച്ചു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഗൈസ് നോക്കൂ, അപ്പം ഞങ്ങൾ നേരെ വാഹനത്തിലേക്ക് കയറും കേട്ടോ. അങ്ങനെ റോഡിലേക്ക് കയറി. ഇത് അവിടെയൊക്കെ USSRന്റെ സെൻസറും റഡാറൊക്കെ ഇരിക്കുന്നില്ല. പിന്നെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഞങ്ങള് അവിടെ ഒരു പിന്നെ കസാക്ക് ഓയിലുണ്ട്, അവിടെ നമ്മൾ എണ്ണ അടിക്കണം. ഡീസൽ, നമ്മുടെ വണ്ടിയിൽ ഡീസൽ കുറവാണ്. അപ്പോൾ ഡീസൽ അടിച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വലിയ ടെൻഷനും കാര്യങ്ങളും ഇല്ലല്ലോ. എണ്ണ അടിക്കാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ പോയി ലിബിൻ ചെയ്തു. അതായത് കാർഡ് അടിച്ചു കൊടുത്തു. എന്നാണ് പറഞ്ഞത്? എത്ര
30 ലിറ്റർ ഡീസൽ 30 ലിറ്റർ ഡീസൽ അടിച്ചു. അപ്പൊ അത് അടിക്കാനുള്ള സംഭവം ചെയ്തു. ഈ മേലെ എത്താൻ തൊട്ടാക്കരുത് കേട്ടോ. ആ ഇല്ല, ഇന്നലത്തെ പോലത്തെ അവസ്ഥയായി ഇപ്പോ. ഓ ഡോക്ടറിന്റെ കണ്ണിൽ തന്നെ ഇരിക്കുന്നത് പർവ്വതോ. ഗൈസ് നോക്കി, ഇവിടെ നമ്മുടെ ചേട്ടൻ എണ്ണ അടിച്ചു തരും കേട്ടോ. എണ്ണ അടിച്ചിട്ട് പോയില്ലേ നമ്മൾ പെടും, അതുകൊണ്ടാണ് എണ്ണ അടിക്കുന്നത്. അപ്പോൾ എണ്ണ അടിച്ചിട്ട് പോവാം. ഫുൾ ടാങ്ക് അടിച്ച് വെക്കുവാണെങ്കിൽ അഥവാ എന്തെങ്കിലും ചെറിയ പ്രതിസന്ധികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ച് വയ്ക്കാം. ടാങ്കിലൊന്നും അടിക്കേണ്ട കാര്യം ഇപ്പം ഇല്ല കേട്ടോ. അതാണ് യാഥാർത്ഥ്യം. തൊട്ടു ഫ്രണ്ടിൽ റഷ്യൻ ഭാഷയിൽ കാണുന്ന ആ ഒരു കവാടമാണ് അറാൽ വില്ലേജിലേക്ക് കയറുന്നത്. ഇവിടെ നിന്നാണ് ചരിത്ര പ്രശസ്തമായ ഒരു കാലത്ത് കടലായിരുന്ന ഒരു കടലിനെ USSR വറ്റിച്ച് കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചാണ്. സംഭവം പാളിപ്പോയി. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളും ഡാമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടി നേരെ അറാൽ വില്ലേജിലേക്ക് കയറി കഴിഞ്ഞിട്ടോ. നമ്മുടെ തൊട്ട് അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിൽ കാണുന്ന ഫുൾ അറാൽ വില്ലേജുകളാണ്. അറാൽ സിറ്റിക്കുള്ളിൽ എത്തിയിട്ടോ. കണ്ടമാനം പെട്രോൾ പമ്പൊക്കെ ഉണ്ട്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചൈനീസ് പമ്പുണ്ട്, പിന്നെ കസാക്കിൻ്റെ തന്നെ കസാക്ക് ഓയിലുണ്ട്, അങ്ങനെ TS. പിന്നെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത് ചൈനീസ് പമ്പാണ്. ടൗണുകളിലൊക്കെ പിള്ളേരൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ പോപ്പുലേഷൻ വളരെ കുറവാണ്. ആൾക്കാരൊന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ കൂട്ടാവുന്ന സെറ്റപ്പേ ഉള്ളൂ. കാരണം അത്രയും സ്ഥലമുണ്ട് ഇവിടെ, അല്ലേ? ഇന്ത്യയിലെ പോലെ എല്ലാവരും ഒന്ന് ആഞ്ഞു പിടിക്കണം. നിന്റെ വായി നാക്കുണ്ടായിരുന്ന ലിവിയെ 6 മാസത്തെ ഇവർക്കൊന്നും ചെയ്തില്ല. തണുപ്പല്ലേ, ആ തണുപ്പത്ത് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി. ജനസംഖ്യ കുറവ്. അതെങ്ങനെ ശരിയാവുക? 6 മാസമാണ് കറക്റ്റ്, അല്ലേ ഡോക്ടറെ? ഡോക്ടറെ അതിനെ കുറിച്ച് കറക്റ്റ് അറിയാം, അല്ലേ സെബിനെ? ഗൈസ് നോക്കൂ, അമേരിക്കൻ സ്റ്റൈലിലുള്ള ഒരു സ്കൂൾ ബസ്, അതും കിടിലൻ സാധനം. ഇത് ഏത് കമ്പനി? ഇത് ആർക്ക് വേണ്ടി നിർമ്മിച്ചതാ? ചൈനീസ് കമ്പനി. ചൈന ബസ് ആട്ടോ. എന്താ ലുക്ക്! ഫ്രണ്ട് നോക്കിയേ, അപാര വണ്ടി. അമ്പോ, ചൈനയാ. ഈ കാണുന്ന വില്ലേജിന്റെ പല സ്ഥലങ്ങളും വരാൻ നേരത്തെ USSRന്റെ ടൈം ഓർമ്മ വരുന്ന ടൈപ്പ് സ്തൂപകൾ അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അതെ, നമ്മളിപ്പോൾ റെയിൽവേ ക്രോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ചൈനയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകുന്ന ഒരു ശൃംഖലയാണെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ഇവിടെ USSന്റെ എന്തെങ്കിലുമൊക്കെ തന്ത്രപ്രധാന ഏരിയകളുണ്ടാവും, അങ്ങോട്ട് സാധനങ്ങൾ കൊണ്ടുപോകുന്ന സംവിധാനങ്ങളും ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മളങ്ങനെ റോഡ് ചെറുതായി, നമ്മളങ്ങനെ അടുത്ത കവാടം കയറി. ദൈവത്തിനറിയാം കേട്ടോ ഇത് എങ്ങോട്ടോ പോകും. എന്തോ ചന്ദ്രനിൽ പോകുന്നൊരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. ഇത്ര നല്ല റോഡൊന്നുമല്ല, 2 വരിയാണ്, പല്ലിപ്പൊളി റോഡാണ്. ഇതങ്ങനെ വലിയ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥലമൊന്നുമല്ല. ഞാൻ പിന്നെ ഇവനോട് അന്ന് അൽമാറ്റി ചെന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ സ്ഥലമുണ്ടെന്ന്. അപ്പോൾ ഇവനും എന്നോട് പറഞ്ഞു ഇവനും പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കും പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേര് തമ്മിൽ ഒന്ന് ചേർന്ന് ഞങ്ങൾ ഹൃദയം കൊണ്ട് അങ്ങനെയാണ് സുഹൃത്തുക്കളെ ഈ സ്ഥലത്തോട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് എത്രത്തോളം പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല, കാരണം ഇത് റഷ്യ കസാക്കിസ്ഥാനാണ്. എങ്ങനെയാണ് അങ്ങോട്ട് ചെല്ലുന്ന നേരത്ത് ആർമിയുടെ അണ്ടറിലാണ് നമുക്കറിയത്തില്ല. പിന്നെ അവരിനിയും ഗോ ബാക്ക് പറഞ്ഞ് തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷയില്ലാതെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഓവർ പ്രതീക്ഷിച്ചിട്ട് പോവുകയാണ്, പിന്നെ നമ്മൾ പിന്നെ എന്നാ പറയുക, പിന്നെ വിഷമിക്കണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ പോവാട്ടോ. ഈ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ഇതുണ്ട്, ഈ നീല അടിച്ചേക്കുന്നത്, ഇതൊക്കെ ശ്മശാന ഭൂമികളാട്ടോ. ശ്മശാന ഭൂമികൾ അല്ലേടാ? സത്യമാണോ? ഗൈസ്, സംസാരിക്കണമെങ്കിൽ ഞാൻ ഇതുപോലെ നെഞ്ച് തുറന്നു കൊടുക്കണം കേട്ടോ. എന്റെ നെഞ്ചിക്കുള്ളിൽ കുടിയിരിക്കും ഗൈസ്. അതെ, എല്ലാം കൂടെ ഇപ്പൊ കണകടാന്ന് അടി തുടങ്ങി കേട്ടോ. റോഡ് പറ്റ മോശമാണ്. വണ്ടി പെട്ടെന്ന് കയ്യിൽ നിന്ന് പോകുന്നുണ്ടോ? ഇതുണ്ടോ? ഇതേപോലെ നടുക്ക് ഫുൾ ഇങ്ങനെ മൺതിട്ടുകളാണ്. ഇതുണ്ടോ? ഇതേപോലെ മൺതിട്ടായതുകൊണ്ട് ഏത് നിമിഷം വണ്ടി കയ്യിൽ നിന്ന് പോവാം. വണ്ടിയുടെ മെയിൻ ഫ്രെയിം ഉണ്ടല്ലോ, അതിലേക്ക് മണ്ണിടിച്ച് കയറി വണ്ടി ബെൻഡ് ആവാം. അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങൾ നടക്കും. അപ്പം വളരെ കെയർഫുൾ ആയിട്ട് വേണം വാഹനം ഓടിക്കാൻ വേണ്ടി, അല്ലേ പിന്നെ? അത് ഇതിനെ വളരെ ശ്രദ്ധിച്ചോളൂ. ഇത് നോക്കിയേ, എന്ത് ഹൈറ്റാന്ന് നോക്കിയാൽ ഒരു ടയർ പാടിനേക്കാളും മേളിൽ ഹൈറ്റ് ഉണ്ട് ഇവിടെ. എനിക്കൊന്ന് രാവിലെ വന്ന് മണ്ണ് തോണ്ടിക്കൊണ്ട് പോകാൻ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇന്നലെ ഇവിടെ മഞ്ഞ് കൊണ്ടുണ്ട് ഇവനെ, അല്ല ഇങ്ങനെ ഇത്രയും വരുമല്ലോ. ഇനി ഓടാൻ വേണ്ടി കേട്ടോ 80 കിലോമീറ്റർ. ഗൈസ്, വളരെ കെയർഫുൾ ആയിരിക്കണം. നോക്കി, എന്റെ പൊന്നെ, വണ്ടി പാളിപ്പാളി പോവാട്ടോ. പോയതാ നമ്മുടെ വണ്ടി 4x4 അല്ലെന്നേ. ഓ, ഇതുണ്ടോ? സ്റ്റിയറിംഗ് തന്നെ പോകുന്നത്. ഇതുണ്ടോ? നോക്കണേ കണ്ടോ? ഇങ്ങനെ സ്റ്റിയറിംഗ് കിട്ടേ ഇപ്പം പൊട്ടിയാന് പണി കിട്ടും കേട്ടോ. താന്നു വണ്ടി താന്നടാ. ജസ്റ്റ് ഒന്ന് വേക്കെടുത്താൽ കിട്ടും. ഗൈസ്, ഞാൻ നിങ്ങളെ ഇതിൻ്റെ അകത്ത് പോകുന്ന ഡേഞ്ചർ കാണിക്കാൻ വേണ്ടി സ്റ്റിയറിംഗ് കിട്ടാം കേട്ടോ. ഇത് മൂക്കും കുത്തി കിടക്കുവാണ്. റിവേഴ്സ് എടുക്കും. ഇനിയിപ്പോൾ റിവേഴ്സ് എടുത്ത് ഫ്രണ്ട് എടുത്ത് എങ്ങനെയൊക്കെ എടുത്ത് ഞാൻ എടുക്കട്ടെ കേട്ടോ. നമ്മൾ ടയർ കാര്യമില്ല കേട്ടോ. ടയറിന്റെ കട്ടയൊക്കെ ഏകദേശം തീരുമാനമായി. ഗൂസ് കിട്ടുമോ? റിവേഴ്സ് ഒറ്റ എടുക്കലൊക്കെ എടുത്താൽ മതി. എന്നാലോ ഒരു ചാടിച്ച് കഴിഞ്ഞാൽ കണ്ണ് കയറി. ഗൈസ്, നോക്ക്, പരമാവധി എടുക്കാൻ നോക്കട്ടെ കേട്ടോ. അമ്മോ,
പൊക്കോളൂ. അവിടെ ഇനി എല്ലായിടത്തും വണ്ടി പിടിക്കും. ഗൈസ് കെയർഫുൾ ദിസ് റൂട്ട് കെയർഫുൾ. നിങ്ങൾ വരുന്നത് ശ്രദ്ധിക്കത്. ഇതേ മറ്റേ ഇത് പോകുന്നു എൻ്റെ മോനെ ട്രെയിൻ. ഇതേതാടാ? ആൾക്കാരെ കൊണ്ട് പോകുന്ന ട്രെയിനാട്ടോ. ആ ഗൈസ് നോക്കൂ, ആൾക്കാരെ കൊണ്ട് പോകുന്ന നല്ല കിടിലൻ ട്രെയിന്. എന്ത് രസമാനാ. ഏതാ നമ്മുടെ നാട്ടിലെ AC കോച്ച്? ഇവിടുത്തെ സാധാ ടയർ കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഇത്രയും നല്ലൊരു ട്രെയിൻ പോകുന്ന കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് ട്രെയിൻ റൂട്ടും കൂടി ആടാ. എന്ത് രസമാണ് കാണാൻ വേണ്ടി. ഇതൊക്കെ ചിലപ്പോൾ മോസ്കോയിൽ നിന്നൊക്കെ വരുന്നതായിരിക്കും കേട്ടോ അല്ലേ? ആ ഗൈസ് നമുക്ക് കസാക്കിസ്ഥാനിൽ നിന്ന് മോസ്കോയ്ക്ക് ട്രെയിൻ ഉണ്ട്. സമയത്ത് ഇതിലെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഭയങ്കര എളുപ്പം. വൈകിട്ടത്തോടനുസരിച്ച് തണുപ്പടിക്കാൻ അങ്ങോട്ട് തിട്ട് കണ്ടോ? ആ തിട്ടിനെ ഭേദിച്ചോണ്ട് നമുക്ക് പോകാൻ പറ്റും. വൈകിട്ടാകുമ്പോൾ തണുപ്പടിച്ചു കഴിഞ്ഞാൽ വണ്ടി തെന്നും. അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. വണ്ടി പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി മാത്രമൊന്നുമല്ല, വണ്ടി പോകുന്നുണ്ട്. റഷ്യൻ ട്രക്ക് ഇത് അതിലൊക്കെ പാരൽ റോഡ് ഉണ്ടല്ലോ. നിങ്ങൾ പാരൽ റോഡ് കയറിയാലോ? എനിക്ക് തോന്നി ഇച്ചിരി കൂടെ അങ്ങോട്ട് പോയി നല്ല റോഡ് ഇങ്ങോട്ട് അല്ല, ഇതാ നല്ല റോഡ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെസേർട്ട് ആണെന്നാണ് ഡോക്ടർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അവിടെ നല്ല റോഡ് തുടങ്ങിയതാ, ടാറിട്ട റോഡാ. അപ്പുറം വണ്ടി തെന്നാൻ ചാൻസ് ഉണ്ട് നന്നായിട്ട്. ഇതിന്റെ അകത്ത് ഇതിപ്പം വണ്ടി ഈ മണ്ണ് ഒരഞ്ഞാ പോകുന്നേ. ഇതിന്റെ നടുക്ക് കല്ലുണ്ടല്ലോ. വണ്ടിയുടെ അടിയിൽ ആക്സിലിങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് പെട്ടുപോകും. ഐസ് റോഡ് നോക്കിക്കല്ലേ ഇവനെ. ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ റോഡ് താന്നു പോകും. ഈ സൈഡ് ഇച്ചിരി കുഴപ്പമില്ലാത്ത വഴി. ഈ സൈഡ് ഒരിക്കലും കൂട്ടരുത്. ആ സൈഡൊക്കെ കട്ടയായിട്ടോ സാധനം ഇരിക്കുന്നേ. ഇത് നോക്കി, ഇങ്ങോട്ട് നോക്കിയേ എന്റെ പൊന്നെ. ഈ വശം നോക്കിയേ. നേരത്തെ വിട്ടോലെ സ്റ്റിയറിംഗ് ഒരു കാരണത്താലും വിട്ടാക്കില്ല കേട്ടോ. നല്ല ടൈറ്റ് പിടിക്കണം കേട്ടോ. ഇത് നോക്കടാ, കട്ട കഷ്ണത്തിന്റെ മേളിൽ കൂടെ കയറി. ഇത് മഴ പെയ്താൽ എന്ത് ചെയ്യും? ഇത് പക്ഷെ മണ്ണായതുകൊണ്ട് ഭാഗ്യം. ഫ്രണ്ടിലേക്ക് വന്നപ്പോ റോഡ് മെച്ചപ്പെട്ടു. ഇത് പിന്നെ മെച്ചപ്പെട്ടു കേട്ടോ. പക്ഷെ ഇത് ഓവർ സ്പീഡിലൊന്നും പോകാൻ പറ്റൂല. ഈ റോഡ് നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. അതായത് എന്തേലും ഉണ്ടോ, എന്തേലും ഒരു ചെറിയ പഞ്ചറോ അങ്ങനെ ചെറിയ എന്തെങ്കിലും വിഷയം പറ്റിയ നമ്മള് ഈ കൊടും തണുപ്പിപ്പെട്ടു. ഇപ്പൊ ഇവിടെ -4 ആട്ടോ. -4. ഏറ്റവും കൂടുതൽ റോഡിന്റെ അത് മൊത്തം സ്ക്രൂ ഡ്രൈവർ സെറ്റാക്കി വെച്ചാൽ സ്ക്രൂ ഡ്രൈവർ അല്ല, സ്ക്രൂ സെറ്റാക്കി നേരെ ചെന്നിട്ട് ടയർ ചെന്നിട്ടായി കയറി പഞ്ചറാവും. അതാണ് മെയിൻ പ്രശ്നം. നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഒരു കൊച്ചു ഗ്രാമം ഉണ്ട് കേട്ടോ. അത്ര വലിയ ഗ്രാമമൊന്നുമല്ല, ഒരു സാധാ ഗ്രാമം. നമ്മളിപ്പോ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പണി വളർന്നു. നോക്കിയേ, ചന്ദ്രനിൽ കൂടെ പോകുന്നില്ല. ഫ്രണ്ടിലേക്ക് നോക്കിയേ, ചന്ദ്രനിൽ കൂടെ ഒരു സോവിയറ്റ് ടൈപ്പ് ജീപ്പാട്ടോ. ഇതിനകത്ത് നിറച്ചു ആൾക്കാരാ. ഞങ്ങള് സംശയം ചോദിക്കും കേട്ടോ, ഈ പോകേണ്ട സ്ഥലം ഇത് തന്നെയാണോ എന്നുള്ളത്. വണ്ടി തടഞ്ഞു നിർത്തിയിട്ടുള്ള പരിപാടിയാണ്. നടന്ന ഊട്ടി വണ്ടി പോകുമെന്ന് ചോദിച്ചാടാ. വണ്ടി പോകുന്ന നല്ല റോഡാണ്, നല്ല മനുഷ്യർ കേട്ടോ, കിടിലൻ മനുഷ്യർ. ഇത് എന്നാടോ ഇത്? പാറ്റൻ ടാങ്കോ? ഓ ഭയങ്കര പവർഫുൾ മെഷീൻ കേട്ടോ. നമുക്ക് പോകാം, അത് തന്നെ കൺഫേം. റോട്ടില് പശു ആടൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണ് ഒട്ടകം. എന്റെ പൊന്നെ, ഓട്ടം നോക്കിയേ, ഓടി മാറിട്ടോ. പല ടൈപ്പ് ഒട്ടകം. പ്രധാനപ്പെട്ട സൂക്ഷിക്കണം. ഇതേപോലെ മൃഗങ്ങളെ ഗ്ലാസിലോട്ട് കുറച്ച് കയറും ചില സമയങ്ങളിൽ. ശ്രദ്ധിച്ചില്ലല്ലോ, നമ്മൾ വിചാരിച്ച പോലെ അല്ല. ഇങ്ങോട്ട് എത്തിയപ്പോ മഴ പെയ്തു തുടങ്ങി. മഴ പെയ്താൽ നമുക്ക് തിരിച്ചുപോക്കല്ല. ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. റോഡ് കണ്ടോ, ഒരു വ്യത്യാസം ഇല്ലാതെ കിടക്കുന്നുണ്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തു തുടങ്ങി. മഴയുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത് ഏതാനും നിമിഷങ്ങളിൽ മൈനസ് ആവും. മൈനസ് ആയി കഴിഞ്ഞാൽ ഇത് ഐസാനുള്ള സാധ്യത വളരെ കൂടുതലാട്ടോ. വെരി കെയർഫുൾ. ഫൈനലി നമ്മളങ്ങനെ ഒരു ഗ്രാമത്തിലെത്തി. ഓ അങ്ങോട്ട് നോക്കിയേ, അതേ കിടക്കുന്നടാ. ഇതാ മോനെ സംഭവം. അവസാന ഗ്രാമം കേട്ടോ ഇത്. ഇതേ കടലിന്റെ ഭാഗങ്ങളാട്ടോ കാണുന്നേ. ഇവിടെ കണ്ടമാനം ഉണ്ടറാ. അതെ അങ്ങോട്ട് നോക്കിയേ. നോക്കിയേ, വണ്ടി കിടന്ന് തുള്ളുന്നു നോക്കിയേ. എനിക്ക് തോന്നുന്നു എന്റെ അമ്മ കുതിരപ്പുറത്ത് പോകുന്ന പോലെയാണ്. എന്നതാണ് ഇത്? വണ്ടി കിടന്ന് തുള്ളു കേട്ടോ. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ഇതൊക്കെ. സുഹൃത്തുക്കളെ, ഈ കാണുന്നതാണ് ഈ വില്ലേജിന്റെ പേര് കേട്ടോ. ഈ കാണുന്നതാണ് വില്ലേജ്. അപ്പൊ ഇവിടെ വേണം നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി കേട്ടോ. ഏകദേശം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ക്ലൈമറ്റ് ഇച്ചിരി വളരെ മോശം. ഇത് ബോട്ട് കിടക്കുന്നുണ്ടോ? അങ്ങോട്ട് നോക്ക് നിങ്ങള്, അങ്ങോട്ട് നോക്ക് നിങ്ങള്. അതാ ബോട്ട്. അങ്ങോട്ട് നോക്കിയേ, അത് ബോട്ടൊക്കെ കിടക്കുന്നു. ഇത് പഴയ കടല് തന്നെ. ക്യാമറമാൻ പഴയതുണ്ട്. ക്യാമറമാൻ ഇത് നോക്കിയേ,
വണ്ടി നമുക്കില്ല മര്യാദക്ക് ഓടിക്കാൻ പറ്റില്ല. വണ്ടി ഇടുന്നേ ഇങ്ങനെ ഇങ്ങോട്ടാണ് വണ്ടി പോകുന്നൊരു പിടുത്തമില്ല. എനിക്ക് തോന്നുന്നു മഞ്ഞിന് മാന്തിപ്പം കാണും ഇങ്ങനെ. ഇതാട്ടോടാ വഴി എത്തി കേട്ടോ. ഇവിടുന്നാണ് അല്ലേ? എനിക്ക് തോന്നേ വണ്ടി ഇവിടെ ആണ്ടിനും ചങ്ങരാതിക്കും മാത്രം വണ്ടി വരുള്ളൂ തോന്നുന്നു. ഇവിടെ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാടാ, 100% ഉറപ്പാ. ആ ഇവിടുന്ന് അങ്ങോട്ടാ? ഇതാണ് കടല്. ഗൈസ് തനതായ ഒരു ഗ്രാമത്തിൽ കയറി അല്ലടാ ലിബിനെ? നമ്മൾ ഇത് ജമ്മു കാശ്മീർ പോയി അതേ ഫീലിംഗ് ഇല്ലേ? ലാഡയാ കിടക്കുന്നു. ലാഡ ഇവിടെ വളരെ വാഹനങ്ങൾ കുറവാട്ടോ. ട്രാഫിക് ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. പാലീസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇത് നമ്മളെ തടയാനുണ്ട്. ഇത് നമ്മളെ പിടിച്ചു. എന്നാടാ പറയുന്നത്? തെറിയോ? ഇന്ന് പോക്ക് നടക്കൂല കേട്ടോടാ സെബിനെ. നാളെ പോക്കാണ്. ഇന്ന് പോക്ക് നടക്കൂല. ഇന്ന് പോകാൻ പറ്റൂല്ലോ എന്നറിയത്തില്ല. അപ്പം വെതറിനെ കുറിച്ചും ഈ ഏരിയനെ കുറിച്ചും നമ്മൾ സംസാരിക്കുകയാണ്. ചിലപ്പോൾ നാളെ പോകാൻ പറ്റുള്ളൂ. ഇന്റർനെറ്റ് ഉണ്ടോടാ? അവനുണ്ടോ? ഗൈസ് പെട്ട് കേട്ടോ. ഇതുകൊണ്ട് ഇതിന് പോകാൻ പറ്റുമോ എന്നുള്ള നമ്മൾ ചോദിക്കുന്നത്. ഇവരായിട്ട് സംസാരിക്കുക കേട്ടോ. എന്നാടാ പറയുന്നത്? ഇന്ന് പറ്റൂല, നാളെ പോകാൻ പറ്റുമോ നോക്കിയേ. ഇന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ട്രൗസർ കിരിപ്പോ കേട്ടോ. നോക്കിയേ ഇവിടുത്തെ ലൈൻ പണിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ KSE പോലെ എന്തോ സ്ട്രീറ്റ് ലൈറ്റിന് എന്തോ പ്രശ്നം പറ്റിയതാ അല്ലേടാ? നമുക്കത് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഞങ്ങൾ ഇവിടുത്തെ തദ്ദേശീയരായ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വാഹനം പോവും, ആ കാര്യത്തിൽ പ്രശ്നമില്ല കേട്ടോ. പക്ഷെ കാലാവസ്ഥ ഹെവി ഡേഞ്ചറാണ്. മൈനസ് ആയിരിക്കും ഉറപ്പാണ്. ഇപ്പം തന്നെ മൈനസ് ആണെന്ന് ഉറപ്പല്ലേ? നല്ല തണുപ്പാണ് അല്ലേ? ഇറങ്ങിക്കഴിഞ്ഞപ്പോ തന്നെ അല്ലേ? നോക്കൂ നല്ല രീതിയിൽ തണുപ്പായിരിക്കും. നമുക്ക് ഏത് മെയിനായിട്ട് പ്രശ്നമുള്ളത് മൈനസ് ഇറങ്ങി കഴിഞ്ഞാൽ കാറ്റായി കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ കഴിയൂല. എത്ര വലിയ ജാക്കറ്റ് ആണെങ്കിലോ കാറ്റടിച്ച് കഴിഞ്ഞാൽ ആളൈസാവും. അതാണ് മെയിൻ പ്രശ്നം. ഏറ്റവും വലിയ വിഷയം. പിന്നെ വേറെ കേസ് പറയാം, നമുക്കിപ്പോൾ ഇവിടെ സേഫ് ആയിട്ട് വണ്ടി നിർത്താം. നാളെ രാവിലെ നമ്മൾ അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ച് തീരുമാനിക്കുന്നു. അപ്പം നമുക്കിന്ന് വണ്ടിയെ തന്നെ കിടന്നുറങ്ങാം. അതായിരിക്കും ബുദ്ധിപരമായ നീക്കം. കുഞ്ഞു പിള്ളേരാണേലും ഇട്ടാക്കുന്ന UFC-യുടെ മറ്റേ ഇതൊക്കെയാണ് കേട്ടോ. ഇടിയാവുമാർ മെയിൻ ഇടി അല്ലേടാ? ഇടിക്കാരെല്ലാരും അല്ലേ? ഇവർക്കല്ലേ? നമ്മള് നാളെ എന്തായാലും തീരുമാനിച്ചില്ലേ? നമ്മള് അങ്ങോട്ടല്ലേ പോകുന്നത്? ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പോവാം. 25 കിലോമീറ്ററിൽ ഇവിടുന്നല്ലേ നമ്മളെ വണ്ടി പോകുന്നാണ് ഇവര് പറയുന്നത്. നമുക്ക് അവിടേക്ക് ധൈര്യമായിട്ട് പോവാം. അപ്പൊ നാളെ നമുക്ക് പോവാം. ഇന്നിപ്പോ വണ്ടി ഒതുക്കാം. സമയം ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എത്ര ഇവിടുത്തെ സമയം? 4 മണി. 4 മണിയായി ഇവിടുത്തെ. നാട്ടിലെ 4:30. നാട്ടിലെ 4:30. ഇവിടുത്തെ 4 മണിയായി. ഈ കാണുന്നൊരു വില്ലേജ് ആണ്. ഇവിടെ പിന്നെ സ്കൂള് അതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ തീപ്പൊരി വണ്ടി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ലാഡയാണ്. ഇതെനിക്ക് തോന്നുന്നു റഷ്യൻ വാഹനമാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഈ കാണുന്ന വാഹനം ഇതിവിടുത്തെ തീപ്പൊരി വണ്ടിയാണ്. പിന്നെ ഇവിടെ എല്ലാം റഷ്യൻ നിർമ്മിത കാറുകൾ, പിന്നെ മണ്ണുകൊണ്ടുള്ള വീടുകൾ, അങ്ങനെയൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. ഗൈസ് നോക്കൂ, എന്തായാലും നമുക്ക് ഇവിടെ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ട് വൈഫൈ ആദ്യം. ഇവിടെ എല്ലായിടത്തും വൈഫൈ ഉണ്ട്. ഇതൊരു വീടിൻ്റെ ബൗണ്ടറി ആട്ടോ. ഇതൊരു വീടാണ്, അതിൻ്റെ ഉള്ളിൽ കാറും സംഭവങ്ങൾ കിടപ്പുണ്ട്. ഇവിടെ നമ്മുടെ വാഹനം കിടപ്പുണ്ട്. പിന്നെ നല്ല പനിയാട്ടോ. നല്ല പനി എന്ന് വെച്ചാൽ നല്ല പനിയാണ്. അവനാണ് പിള്ളേരുടെ വീട്ടിൽ ഫോട്ടോ എടുക്കുക കേട്ടോ. കിട്ടില്ലേ? അടിപൊളി. എടുത്തോ. ഗായ്സ് അതിശൈത്യകാലത്തൊക്കെ ഇവരെങ്ങനെ ജീവിക്കുന്നുള്ള ദൈവത്തിനോട് ചോദിക്കണം കേട്ടോ. ദൈവം ഇവർക്ക് പ്രത്യേക ശക്തി വല്ലതും കൊടുത്തിട്ടുണ്ടോ ദൈവത്തിനറിയാം. അത്രയ്ക്കും തണുപ്പ്. ഇവിടുന്നുണ്ടോ ജനലൊക്കെ അലുമിനിയം ഫോയിൽ പോലത്തെ സാധനം കൊണ്ട് ഒട്ടിച്ചേക്കും കേട്ടോ, തണുപ്പുള്ളിൽ കയറാതിരിക്കാൻ. ദൈവം ഇവിടെ സ്നോഫോളൊക്കെ വീണ് കഴിഞ്ഞാൽ ഓക്കെയാ, ഉറപ്പായ കാര്യം കേട്ടോ. ഗൈസ് ഞങ്ങൾ ഈ പിള്ളേരുടെ അടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് വാഹനം എടുത്ത് മാറ്റുന്നതിനെ കുറിച്ച് കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങാം, ഇല്ലെങ്കിൽ പരിപാടി പാലും കേട്ടോ. ഗൈസ് നോക്കൂ, ഇതുണ്ടോ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ബോട്ടുകൾ കിടപ്പുണ്ടല്ലോടാ. ഇതാ പഴയ സംഭവം തോന്നല്ലടാ? അതെ മൊത്തം ബോട്ടുകളാ. ഈ കാണുന്ന ഏരിയ ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കടൽ ഭാഗമായിരുന്നു. ഇതൊക്കെ കയറി ഇറങ്ങിപ്പോയതാ വെള്ളം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഈ സ്ഥലത്ത് ഈ ബോട്ടൊക്കെ ഉണ്ട്. നോക്കിയേ ഗൈസ്, ഇവിടുത്തെ കുട്ടികളെ, ഇവിടുത്തെ സ്കൂളാട്ടോ അത്. നോക്കിയേ പിള്ളേരുടെ കയ്യിലൊക്കെ ഫോണാ. ഇന്ന് ക്ലാസ് ഇല്ലടാ, യൂണിഫോം ഒന്നുമില്ലല്ലോ പിള്ളേർക്ക്. ഗൈസ് നോക്കൂ, ഇവര് നമ്മളെ നോക്കി ഇവര് കൈയൊക്കെ കാണിക്കുന്നുണ്ടോ? കാണുന്നുണ്ട്. നിങ്ങളെ കാണുന്നുണ്ട്. ഹായ്. സ്കൂളാട്ടോ.
എല്ലാവർക്കും സന്തോഷം. അതിശൈത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടും ശൈത്യം. ഈ സാധനമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇതന്നെ എന്റെ തലയില് ഞാൻ നോക്കിട്ട് ഇന്നലത്തെ അത്ര നടക്കില്ല. ആ ചെവി അടക്കി നീ തലയുടെ മേലെ കൂടി ഇടാ. ഇന്നാന്ന് പറയാൻ ഇനിയുണ്ടല്ലോ നമ്മളിവിടെ ഒരു മാഗസിൻ എന്ന് പറയുന്നത് TCL ലേസി. നമ്മുടെ നാട്ടിൽ ആർക്കും വേണ്ട. ഇവിടുത്തെ മെയിൻ സാധനം കേട്ടോ, ചൈനയിൽ നിന്ന് വരുന്നതാണ്. ആ കൈസ്, അപ്പം നീ ഓവർ പോകണ്ട, നീ വീണല്ലോ അവിടെ തന്നെ വന്നോ. കൈസ് നോക്കും. അപ്പം നമ്മൾ മാഗസിന്ന് കുറച്ച് കഴിക്കാനുള്ള സാധനം, അതായത് ഇന്ന് രാത്രി ഫുഡൊന്നും കിട്ടത്തില്ല. വണ്ടി ഇന്ന് ഓഫ് ആക്കുന്നില്ല. വണ്ടിക്കകത്ത് ഹീറ്റർ ഉണ്ട്, ഹീറ്റർ വർക്ക് ചെയ്യിക്കണം. ഈ ഡോക്ടറിന്റെ കാലിന്റെ അടിയിൽ ഇരിക്കുന്നത് എന്താണ്? ഹീറ്ററാണ്. ഹീറ്റർ കൈസ് നോക്കൂ, സത്യമായ കാര്യമാണ്. നമ്മളെ ബേക്കോട്ട് എവിടെയെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയത് നല്ലതായിരുന്നു. ചെയ്യണം, നമ്മൾ ബേക്കോട്ട് സെറ്റ് ചെയ്യൂലോ, ചെയ്യാലോ. കൈസ് ഇനി വേറെ സാധനം കഴിച്ചില്ല. ഇത് കണ്ടോ, ഇതാണ് റഷ്യൻ SUV. ഞാൻ പറഞ്ഞു കേട്ടോന്ന് അറിയത്തില്ല ഗൈസ്, ഞാൻ എൻ്റെ കൈകളിലേക്ക് ഇത് എത്തിക്കുകയാണ്. ഗൈസ് ഈ കാണുന്നതാണ് റഷ്യൻ SUV കേട്ടോ. ഇവിടെ ഇതിൻ്റെ പഴയ വണ്ടി മുതൽ പുതിയ വണ്ടികൾ അങ്ങനെ പല പല സെറ്റപ്പ് ഉണ്ട്. ഇത് ഇവിടുത്തെ ഒരു മെയിൻ സാധനമാണെന്ന് മനസ്സിലായിട്ടോ. ഓ, ഇത് അത്യാവശ്യം എല്ലാ സെറ്റപ്പും ടെക്നോളജിയുള്ള 4x4 ആണ്. 4x4 മാത്രമല്ല, നേരത്തെ വണ്ടി പോകുന്നുണ്ടോ ഗൈസ് ഞങ്ങളെ ഈ മാഗസീൻ എന്നൊക്കെ പറഞ്ഞാൽ എന്നാ എനിക്കറിയത്തില്ല. സൂപ്പർ മാർക്കറ്റ് അതിനാണ് മാഗസീൻ എന്ന് പറയുന്നത്, ചെറിയ കട. ഗൈസ് നോക്കും. അപ്പം നമ്മൾ നേരെ മാഗസീനിലേക്ക് കയറുക കേട്ടോ. ദിസ് ഈസ് മൈ ചാനൽ. എടുക്കാൻ ഗൈസ് നോക്കൂ, അവൻ സമൂഹത്തിന് ഒരു ഉന്നമനം ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. ഇത് നമ്മളൊരു ഗേറ്റ് കഴിഞ്ഞ് നേരെ കയറി. ഇത് ലാഡ 4x4 ഇതാ കിടക്കുന്നു. പിന്നെ അതിനെ ഹുക്ക് ചെയ്ത് വലിക്കുന്ന സാധനം. ഇന്ന് രാത്രി നല്ല രസമായിരിക്കും. വണ്ടി സ്റ്റാർട്ടാകാതെ ഒന്ന് ഉറങ്ങാന്ന് വിചാരിക്കണം. റഷ്യ എത്തിയിട്ടില്ലല്ലോ, ഇതിപ്പം കസാക്കാട്ടോ. അതെ നമ്മള് ഇതന്നെ ഇത് ആണോ? ഇതാണ് മാഗസീൻ. ഇതവന്റെ വീടാടാ. ഇത് ഏതാ മാഗസീൻ? എവിടെയാ ഇത്? വീടാ മാഗസീൻ? ദൈവമേ, ഇപ്പൊ അടി കൊള്ളൂലായിരുന്നോ? ഇതെന്നെ സംഭവം എന്നാ? ഇത് വീടാടാ. ഇത് അവന്റെ വീട്ടില് മറ്റേ അച്ചാർ കുപ്പിയൊക്കെ ഇരിക്കുന്നു. അച്ചാർ എന്ന് പറയുമ്പോഴേ ഒരു ത്രില്ലിങ് ആട്ടോ. എന്തൊരു സന്തോഷമുള്ള ഒരു പരിപാടിയാണെന്നറിയാം. ഇത് എവിടെയാടാ? ഇതാ മാഗസീൻ. എടാ വേട്ടാവളി അതാ. അങ്ങോട്ട് വാ ഗൈസ്. ഞങ്ങൾക്ക് ഇവിടുത്തെ കടകളും സംഭവങ്ങളൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ ഈ കാണുന്ന ഇവിടുത്തെ 2 ഫ്രീക്കന്മാരാണ്. അപ്പോൾ അവരോടെ മാഗസീൻ മാഗസീൻ ഇന്ത്യ. ഇത് വീണ്ടും ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഈ കാണുന്ന ലാഡ ജീപ്പാന്ന് കേട്ടോ. കണ്ടമാനം ആൾക്കാര്. വാട്ട് ഈസ് യുവർ നെയിം? സംഗത്. ഗൈസ് നോക്കൂ. അപ്പം ഈ കാണുന്ന ഇതിൻ്റെ അകത്താണ് മാഗസീൻ ഉള്ളതെന്ന് പറഞ്ഞേ. ഞാൻ ഇതിൻ്റെ അകത്ത് ഇതെന്നെ സംഭവം എന്നാ? ഇതെന്നെ ഷൂ ഉണ്ട് പോലെ കേട്ടോ. ഇത് ആരെയാ വീടാന്ന് മനസ്സിലായി. ഇതെന്നാ സംഭവം? എടാ മാഗസീൻ ഉണ്ടോടാ? ഫുള്ള് നല്ല ചൂടാണല്ലോ. ഇതാണ് മാഗസീൻ. ഇത്രേ ഉള്ളൂ. ഇച്ചിരി വലുതായിട്ടുള്ള മാഗസീൻ വല്ലതും ഉണ്ടോന്ന് ചോദിച്ചോക്കണം. വെജിറ്റബിൾസ്, പച്ചക്കറി അങ്ങനെ എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചോക്കണം. കയ്യിലെ ടെങ്കി മൊത്തം പെറുക്കി എടുക്കുക കേട്ടോ. 500. ലിബിക്ക് ഒരു ലേസ് വാങ്ങിക്കാൻ വേണ്ടി. ലിബി ഇപ്പൊ ഈ പറഞ്ഞ സാധനങ്ങൾ ഞങ്ങളിപ്പോ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തു. അതൊന്നും ലിബി കഴിക്കില്ല. മട്ടൻ ഇല്ല, മട്ടൻ എന്ന് പറഞ്ഞാൽ ലിബി ഛർദ്ദിക്കും കേട്ടോ. അപ്പൊ ലിബി അതിൻ്റെ അകത്ത് ചായയും ബന്നും മൂക്കി കഴിക്കും. ലിബിനെ അതായത് നമ്മളെ ഇപ്പൊ ഈ കാണുന്ന പുള്ളിയില്ലേ, പുള്ളിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടുന്ന് ഫുഡ് തരാന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും. നോക്കൂ, പിള്ളേരൊക്കെ ഇവിടുന്ന് നല്ല മെമ്പേഴ്സ് ആട്ടോ. ഇതുണ്ട്, ഇതാ ലാട കിടക്കുന്നു. ഇതൊക്കെ എന്തോ ഇവരുടെ എന്തോ ആട്, ഒട്ടകം അല്ലെങ്കിൽ കുതിരനൊക്കെ വളർത്തുന്ന ഏരിയ തോന്നുന്നു. ഇവിടെ ലാടയാണ് മെയിൻ. ഇത് ടയോട്ടയുടെ ഒക്കെ ടയോട്ട അല്ല കേട്ടോ, ഇത് റഷ്യൻ സാധനം തന്നെ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇനി എന്നെ സംഭവം എന്ന് വെച്ചാൽ വണ്ടി എടുത്ത് അവൻ്റെ
സ്ഥലത്തോട്ട് പോകണം. എന്നിട്ട് അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കുക, വണ്ടി തന്നെ കയറുക, എണ്ണയും ബാക്കി സാധനങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ നാളത്തേക്കുള്ള ഒപ്പിക്കണം. അപ്പം അങ്ങനെ കുറച്ച് പരിപാടികൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നാളെ ഇവിടെ സക്സസ് ആയിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ അല്ലേടാ? യെസ്. ഇവർക്ക് നമ്മൾ ഇന്ത്യക്കാട് ഭയങ്കര സ്നേഹട്ടാ. സ്നോഫോൾ അല്ലേ? അതാ സ്നോഫോൾ കേട്ടോ. ഇവിടുത്തെ എന്തോ ഗവൺമെൻറ് ഒരാൾ വന്നു കേട്ടോ. എന്തോ ചോദ്യം അങ്ങനെയുള്ള എന്തോ പരിപാടിയാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് അറിയാനായിരിക്കും. അപ്പോൾ അവരവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും കേട്ടോ. അദ്ദേഹത്തിൻ്റെ വണ്ടി ഫോളോ ചെയ്യാൻ പറഞ്ഞു. അന്ന് പെട്ടത് ഒരു അന്യഗ്രഹത്തും മൊത്തം ഒരു പിടുത്തം എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് എന്തെങ്കിലും ഒഫീഷ്യൽ ആയിരിക്കും പുള്ളിക്കാരൻ. നമ്മളെ പിള്ളേർ എടുത്തിട്ട് പോയാനെ വണ്ടിക്കെട്ട് തൊഴിയോട് തൊഴിയായിട്ട് അവസാനം ഇപ്പൊ പിള്ളേർ തൊഴി കല്ല് വെച്ച് ഏറ് പൈസ തരാനാ പറയുന്നത്. മണി 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 അത് സാധനം മാത്രം ഞങ്ങളുടെ ഇല്ല 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 ഇല്ല. ഇവിടുത്തെ കാസ്പ്രസി മാത്രമേ മണിയാണെ കൊടുക്കാനും പറ്റില്ല. അതിനാടാ അതേ ഉള്ളൂ ഗായ്സ്, അതേ ഉള്ളൂ. നമുക്ക് ഫുഡ് തരാന്ന് പറഞ്ഞാല് ഗായ്സ് നമ്മളൊരു കുറ്റിക്കാട്ടിലൊക്കെ അകപ്പെട്ട പോലെയാണ്. ഇവിടെ ഫുഡ് ഇല്ല, മാഗസിൻ ഇല്ല, സൂപ്പർ മാർക്കറ്റ് ഏരിയയിൽ പറഞ്ഞാൽ ഇവിടെ തസ്തിവിക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു വില്ലേജിലാണെങ്കിലും ഇവിടെ മാഗസിൻ ഇല്ല, കഫേ ഇല്ല, ഒന്നുമില്ല. അപ്പൊ നമ്മളോട് കുറച്ച് പിള്ളേർ പറയുന്നു കുർദാക്ക് തരാം 2500 ടെങ്കിക്ക്. ഒരു കുർദാക്കുന്ന രീതിയിൽ നമ്മൾ 2 കുർദാക്ക് പറഞ്ഞു പറ്റിക്കാൻ വേണ്ടിട്ട് എന്തേലില്ല. ഇയാള് പറഞ്ഞ് ഇതാ അയാള് വീട്ടിലേക്ക് ക്ഷണിച്ച് അങ്ങനെ എന്താണ് ഭാര്യ മക്കളെല്ലാം ഉണ്ടായിരുന്നു. അല്ലടാ ഇവിടെ നെറ്റ്വർക്ക് ഇല്ലല്ലോ, ഒള്ളി വൈഫൈ അതൊക്കെയാണ് ഇഷ്യൂ. അയാള് പോയി. ഞാൻ പറഞ്ഞിട്ടേ ഓരോ ഒട്ടകപ്പാല് പിടിക്കാം. കറക്കറിയാവോ? എനിക്ക് നല്ല പരിചയമാണല്ലോ കറന്ന്. ഇതുണ്ടോ നമ്മുടെ വണ്ടിയുടെ അടിയിൽ ഒരു ഹീറ്റർ ഉണ്ട്. ഈ കാണുന്ന ഹീറ്റർ, ഇതൊരു ഹീറ്റർ കാലിലേക്ക് കിട്ടാൻ വേണ്ടി. ഇതാണ് അടുത്ത ഹീറ്റർ, ഇത് അകത്തോട്ട് കിട്ടാൻ വേണ്ടി ട്യൂബ്. ഇത് സേഫ് ആട്ടോ, ഇത് മറിഞ്ഞ് വീണാലും അങ്ങോട്ടും ഇങ്ങോട്ടും വീണാൽ ഓട്ടോമാറ്റിക്കലി സാധനം ഓഫ് ആവും. അതുകൊണ്ട് വലിയ അപകടങ്ങളും സംഭവങ്ങളൊന്നും സംഭവിക്കില്ലടാ. അതെ അതെ അതെ, ചെറിയ പൈസ ഉള്ളൂ. ഇന്ത്യൻ മണി ഒരു 700 രൂപ. ഇന്ത്യൻ മണി 700 രൂപ ഉള്ളൂ ഒരെണ്ണത്തിന്. ലിപി പനി കുറവുണ്ടോ അവിടെ? ആണോ? വ്യത്യാസമുണ്ടോ? ഗൈസ് നമ്മള് ഇന്ന് എന്തായാലും ഇവിടെ തന്നെ സ്റ്റേ എന്ന് എന്തായാലും ഓർപ്പിച്ചോ. ഹീറ്ററിൽ തണുപ്പ് വരുന്നുണ്ടോ, ചൂട് വരുന്നുണ്ടോ? ബാബാ ആ പയ്യൻ പാവമായിരുന്നു കേട്ടോ. ബാക്കിൽ ലാപ്ടോപ്പ് ഒക്കെ ഉണ്ട്, നോക്കണേ. ഗൈസ് ഗംഭീര കാറ്റ്. വേണ്ട വേണ്ട, നീ കയറി നടിക്കരുന്നോ, റിസ്ക് എടുക്കണ്ട ലിബി. ഗൈസ് ഞങ്ങളെ നേരത്തെ എന്ന സ്ഥലത്തു നിന്ന് പോയ അതേ പൊസിഷൻ തിരിച്ചു വന്നു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കിടക്കാൻ നേരത്ത് പറയാം. ഒടുക്കത്തെ കാറ്റാട്ടോ പുറത്തതേ. കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര കാറ്റ്, വണ്ടിയൊക്കെ കിടന്ന് ആടും കേട്ടോ നമ്മുടെ. ഗൈസ് കാറ്റിൻ്റെ ഒരു തീവ്രത അറിയണ ഈ ഏരിയയിലേക്ക് നോക്കിയാൽ കേട്ടോ, എന്താ കാറ്റ്. ഹീറ്റർ ഇവിടെ ഓണാക്കിയിട്ടുണ്ട്, ഒറ്റ ഇതേ ഉള്ളൂ, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. എങ്കിലും ഒരു ഇത് അല്ലേ സെവിൻ. അതേ സമയത്ത് നമുക്ക് കിടക്കാനുള്ള സംഭവങ്ങൾ വിരിച്ച് ലെവലാക്കുവാണ്. എന്നാലും നമുക്ക് എല്ലാവർക്കും നല്ല സുഖകരമായി കിടക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഈ സംഭവം 7 ഡിഗ്രി ഉള്ളൂ, പക്ഷെ ഹെവി വിൻഡാ. ഇത് എടുത്തിട്ടടിക്കുക ആണോ? ഇത് എന്നെ ഇങ്ങനത്തെ കാറ്റ് ഇവിടെ എവിടെ ഉണ്ടായിരുന്നില്ല വിൻഡിൻ്റെ സംഭവം. പരിപാടി പോലെ ഇട്ടാ. മോനെ 37
7 km/h സ്പീഡ്. എൻ്റെ പൊന്നെ സെവിനെ 37 km/h കാറ്റ് വീശുന്നത്. അതെ, ഒന്നും ചെയ്യാനൊന്നുമില്ല. സന്തോഷം. ഈ ഐഫോണിന്റെ അകത്താണ് കറക്റ്റ് കാണിക്കൂ കേട്ടോ. അതെ, കാണിച്ചു വണ്ടിയൊക്കെ നിന്ന് ആടുക കേട്ടോ. അതെ, -7 കാറ്റിന്റെ സ്പീഡും ഉണ്ടോ. ലിവിനും കൂടെ വന്ന് കിടന്നു. ഡോക്ടർ അങ്ങേ സൈഡിലുണ്ട്, സെബിൻ ഇവിടെയുണ്ട്, പിന്നെ ലിബി ഇത്രയും ദിവസം നടുക്കാ കിടന്നു. അല്ല, അങ്ങേ സൈഡിലാ കിടന്നത്. കൂർക്കം വലിക്കുന്നേ ആരാ? ഈ സെബിനെ. അപ്പൊ സെബിനെ എനിക്ക് അവിടെ നിന്ന് അടിക്കുന്നതിന് ഡോക്ടറിന്റെ കർണക്കുറ്റി ആയിപ്പോയി. എല്ലാരും കിടന്നു. ഞങ്ങൾ ഇങ്ങനെ കിടക്കുന്നത്. സാധാരണ ഞങ്ങൾ നേരെ നേരെ കിടക്കുന്നത്. 4 പേര് 5 പേരുണ്ട് ഇങ്ങനെ നീളത്തിൽ കിടക്കും കേട്ടോ. കോമ്പോസിറ്റ് വണ്ടിയില്ലേ. ഇപ്പോഴും നമ്മുടെ വണ്ടി കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാറ്റ് കാരണം. നല്ല കാറ്റാ, നല്ല കാറ്റ്. നാളെ നമ്മുടെ പ്ലാനും പദ്ധതിയും പാളരുത്. നാളത്തെ ക്ലൈമറ്റ് പോലെ ഇരിക്കും. നാളെ ഒരു 6 മണിക്ക് എണീറ്റ് 7 മണിക്ക് പോകാൻ പറ്റുമെങ്കിൽ മാത്രമേ കളം നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്യും. പക്ഷെ എണീക്കുന്ന 9 മണി 10 മണി 11 മണി 12 മണി അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സുഹൃത്തുക്കളെ. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ ഒരു അതിമനോഹര കാഴ്ചയായിരിക്കും. ഓപ്പണിംഗ് ഷോട്ട് തന്നെ ഡ്രോൺ ആയിരിക്കും. കാറ്റ് പോയാ. അപ്പം ലൈറ്റ് ഓഫ് ആയിക്കും. ലൈറ്റ് ഓഫ് ആക്കും സെവിനെ. ഞങ്ങൾ കിടക്കുക കേട്ടോ. യെസ്, അതിനാ മുമ്പത്തെ ലൈറ്റ് ആര് ഓഫ് ആക്കും? അത് ഞാൻ ചെയ്തോളും. ലിവിനെ ഉമ്മയൊന്നും കൊടുത്താക്കല്ലേ. നീ കിടക്കോ? നീ കിടക്ക്. ഡോക്ടറെ കുറച്ച് നീങ്ങിക്ക്. എനിക്ക് തലമണയില്ല കേട്ടോ. നിനക്ക് ഒരു പറയില്ല. നീ കിടക്കണ. എനിക്ക് തലമണാടാ. നല്ല കാറ്റാട്ടോ പുറത്ത്. ആ ഗായ്സ്, ഞാനൊരു കേസ് പറയാൻ മറന്നുപോയി. ഞങ്ങളെ അവിടെ വെച്ച് ഒരാൾ കൂട്ടിക്കൊണ്ട് പോയില്ലേ. അങ്ങനെ ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ ടീമിനോട് ഭക്ഷണം തരാൻ ഞങ്ങൾ പൈസയൊക്കെ പറഞ്ഞ് ഇത് ചെയ്താ. ഇയാൾ കൊണ്ടുപോയി ഇയാൾ വെള്ളമായിരുന്നു. ഞങ്ങളെല്ലാം പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ഭക്ഷണം കഴിച്ച് ഇയാൾ വെടിവെച്ച് പിടിച്ച സാധനം എന്നൊക്കെ പറഞ്ഞ് ആദ്യം പറഞ്ഞു മാൻകുട്ടിയാന്ന്, പിന്നെ പറഞ്ഞു കൊക്കാന്ന്, പിന്നെ പറഞ്ഞു കോഴിയാന്ന്. ഗൈസ്, അങ്ങനെ ലാസ്റ്റ് അയാൾ $100 ചോദിച്ചു. പിന്നെ അത് കുറഞ്ഞ് ലാസ്റ്റ് നാട്ടിലെ 1000 രൂപ, അതായത് ഇവിടുത്തെ 5000 50,000 5000 ഡോക്ടറെ 5000 ഉണ്ടെങ്കിൽ ഡോക്ടറിനെ പിടിച്ച് പുതപ്പിന്റെ അടിയിലൊക്കെ മൂടി കോഴീനൊക്കെ പൊരുന്നേക്ക് വെക്കുന്ന പോലെ പേടിച്ചു പോയില്ലേ. അവള് നല്ല ശരീരമുള്ള ആളാ. ഞാൻ ഡോക്ടർ അതിന്റെ അകത്തെ ഡോക്ടറെ ഇങ്ങനെ ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് ഇങ്ങനെ പുതപ്പിച്ചിട്ട് അവിടെ ഇരുത്തിയേക്കും. ഞങ്ങൾക്ക് അല്ല, അതല്ല കോമഡി. നമുക്ക് ഭക്ഷണം എന്നിട്ട് ആ ഭക്ഷണം പുള്ളിയും കൊണ്ടുപോയി പുള്ളി ഇരുന്ന് കഴിക്കുക. ഗൈസ്, മൊത്തം കോമഡി ആയിരുന്നു. എന്നിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അവർ ഭയങ്കര വെള്ളമൊക്കെ ആയിട്ട് ആ ഏരിയ ഇവിടുത്തെ ഏരിയ പോലെ അലിച്ച ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് കിടന്ന് നാളെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകണം. പയ്യെ മറന്നു പോയായിരുന്നു. അതാട്ടോ. ഇനി ഓഫാക്കി സേനെ. ഞാൻ ക്യാമറ ഓഫാക്കി കേട്ടോ സേനെ. ഞാനോ? ഒരിക്കലും ഇല്ല.